എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്? പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തന്നെ ഒരു ഡിവിഷനാണ്. പക്ഷേ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഗോൾ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഔട്ട്കം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ്. അപ്പം നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യുന്നതും പെർഫോമൻസ് മാർക്കറ്റർ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും. ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് പെർഫോമൻസ് മാർക്കറ്റർ വർക്കൗട്ട് ചെയ്യും. അത് മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ്, ടൂൾസ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വേരിയസ് ചാനൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കും ഈ പെർഫോമൻസ് മാർക്കറ്റർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ഒരു ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെർഫോമൻസ് മാർക്കറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസും, അത് മേ ബി SEO ആയിരിക്കാം, ഗൂഗിൾ ആഡ്സ് ആയിരിക്കാം, വെബ്സൈറ്റ് ആയിരിക്കാം, മെറ്റ ആഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങോ ഗൂഗിൾ മൈ ബിസിനസ്സോ, അങ്ങനെ എല്ലാ ചാനൽസും യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ട ഗോൾ അച്ചീവ് ചെയ്ത് കൊടുക്കുക. ആ ഗോൾസ് എന്തൊക്കെയാവാം? മേ ബി വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആയിരിക്കാം, ലീഡായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആയിരിക്കാം. അപ്പം ഇത് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.